നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പുതിയ സൗകര്യങ്ങളോടെ മൂവാറ്റുപുഴ PWD റെസ്റ്റ് ഹൌസ് ഉദ്ഘാടനം നടത്തി. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. റെസ്റ്റ് ഹൌസ് വിഭാവനം ചെയ്തത് 3 നിലകളിൽ. 2 നിലകളാണ് ആദ്യഘട്ടമായി പൂർത്തിയാക്കിയത്. നവീകരിച്ച മൂവാറ്റുപുഴ KSRTC ഡിപ്പോയിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ച ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന വികസനം തുടരട്ടെ, സാഹോദര്യം പുലരട്ടെ. മൂവാറ്റുപുഴയിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. താലൂക്ക് തല ഉദ്ഘാടനം നടത്തി ലൈബ്രറി കൗൺസിൽ മുൻ ജില്ലാ സെക്രട്ടറി MR സുരേന്ദ്രൻ. ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ലക്ഷ്യം. ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ നഗരസഭ. വിവിധ സ്കൂളുകളിൽ നിന്നായി 60ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണം. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമവും അവബോധ ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുതിയ സൗകര്യങ്ങളോടെ മൂവാറ്റുപുഴ PWD റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 3 നിലകളിലായി വിഭാവനം ചെയ്ത റെസ്റ്റ് ഹൌസിന്റെ 2 നിലകളാണ് ആദ്യഘട്ടമായി പൂർത്തിയാക്കിയത്. പുതിയ സൗകര്യങ്ങളോടെ നിർമ്മിച്ച PWD റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം നടത്തി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റെസ്റ്റ് ഹൌസുകൾ നവീകരിച്ച് പുതിയത് നിർമ്മിച്ചു. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഒരു കുതിപ്പ് നമുക്കുണ്ടാക്കാനായി. ഇങ്ങനെ കെട്ടിട മേഖലയിലും നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടായി. കിഫ്ബി വഹിച്ച പങ്ക് നമ്മൾ ഇതിൽ എടുത്തു പറയണം. കിഫ്ബി വലിയ നിലയിലേക്ക് ഫണ്ട് പശ്ചാത്തല വികസനത്തിന് ചെലവഴിച്ചു. കിഫ്ബി വഴി 528 പദ്ധതികൾക്കായി 46,145 കോടി രൂപയാണ് PWD മാത്രമായി അനുവദിച്ചു. PWDക്ക് മാത്രമായി കിട്ടിയതാണ് ഞാനിവിടെ പറഞ്ഞത്. 46,145 കോടി, 528 പദ്ധതികൾ. ഇതൊക്കെ ഒരു 10-30 കൊല്ലം കഴിഞ്ഞ് വരേണ്ട പദ്ധതികളാണ്. കാരണം കേരളത്തിൻ്റെ ഒരു സ്ഥിതി വെച്ച് ഇതിനൊക്കെ ഫണ്ടില്ല. അവിടെയാണ് കിഫ്ബി വന്നു. കിഫ്ബിയിലൂടെ 30 കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനം യാഥാർത്ഥ്യമാക്കാനായി. ഇങ്ങനെ വലിയ കുതിപ്പാണ് നാട്ടിലുണ്ടായിട്ടുള്ളത്. ഈ കുതിപ്പ് ജനങ്ങൾ സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിയുന്നു. ഈ വികസന നയം കേരളത്തിൽ ഇനിയും തുടരണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മൂന്ന് നിലകളിലായി വിഭാവനം ചെയ്ത റെസ്റ്റ് ഹൌസിന്റെ 2 നിലകളാണ് ആദ്യഘട്ടമായി പൂർത്തിയാക്കിയത്. 633 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള താഴത്തെ നിലയിൽ ഒരു AC സ്യൂട്ട് റൂം, ഒരു നോർമൽ AC മുറി, ഒരു നോർമൽ നോൺ AC മുറി എന്നിവയ്ക്ക് പുറമെ ഡൈനിങ് ഹാൾ, കിച്ചൺ, സ്റ്റോർ, പാൻട്രി ഏരിയ, ലോഞ്ച്, സ്റ്റോർ റൂം, കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 593 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള 2ാം നിലയിൽ ഒരു AC സ്യൂട്ട് റൂം, 2 നോർമൽ AC മുറികൾ, 7 നോൺ AC മുറികൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 94,500 ലിറ്റർ ശേഷിയുള്ള മഴവെള്ള സംഭരണി സംവിധാനവും ഓവർഹെഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കുകളും ഉൾപ്പെടുന്ന ഫയർ സേഫ്റ്റി സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLA എൽദോ എബ്രഹാമിന്റെ കാലഘട്ടത്തിൽ മൂവാറ്റുപുഴയിലെ PWD റെസ്റ്റ് ഹൌസിനായി ബജറ്റിൽ അനുവദിച്ച തുകയാണ് പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായതെന്നും എൽദോ എബ്രഹാം ഗസ്റ്റ് ഹൌസിനായി പണം അനുവദിച്ചതിന്റെ തുടർച്ചയായാണ് അതേ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന PWD കോംപ്ലക്സിന് അടുത്ത വർഷം താൻ 5 കോടി രൂപ അനുവദിച്ചതെന്നും MLA പറഞ്ഞു. നമ്മുടെ PWD റെസ്റ്റ് ഹൌസ് ബഹുമാനായ എൽദോ എബ്രഹാം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം ബഡ്ജറ്റിൽ അനുവദിച്ച 5 കോടി രൂപ കൊണ്ട് പണി ആരംഭിച്ച്, അല്ലെങ്കിൽ ആ വർക്കിന്റെ ഭാഗമായി പുതിയ PWD റെസ്റ്റ് ഹൌസിനുള്ള പണി ആരംഭിച്ചു. അത് എന്റെ കാലഘട്ടത്തിൽ പൂർത്തീകരിച്ച് വളരെ ഭംഗിയായ നിലയിൽ 2 സ്യൂട്ട് റൂമും ഏതാണ്ട് 11 റൂമുകളോടും അതോടൊപ്പം തന്നെ ഒരു കോൺഫറൻസ് ഹാളിനൂടെയുള്ള പരിശ്രമമുണ്ട്. അതിന് തൊട്ട് അത് അദ്ദേഹം PWD റെസ്റ്റ് ഹൌസിന് ബഡ്ജറ്റിൽ പണം അനുവദിച്ചതുകൊണ്ടാണ് ഞാൻ അടുത്ത എന്റെ ബഡ്ജറ്റ് ശുപാർശ വന്നപ്പോൾ അതിനോട് തൊട്ട് ചേർന്നുള്ള PWD കോംപ്ലക്സിന് 5 കോടി രൂപ ഞാൻ അനുവദിക്കാൻ കാരണം. അപ്പൊ ആ പ്രദേശത്തിന് തന്നെ വലിയൊരു മാറ്റമുണ്ടാകും. അങ്ങനെ തുടർച്ചയാണ്
ഭരണമെന്ന് പറയുന്നത് തുടർച്ചയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് കൊടുത്തതുകൊണ്ട് അതിന്റെ തൊട്ട് ചേർന്നിരിക്കുന്ന PWD കോംപ്ലക്സുകളെല്ലാം പഴയ കെട്ടിടങ്ങൾ പോലെ ചോർന്നൊലിച്ച് നിൽക്കുമ്പോൾ ആ പ്രദേശത്തിന് ഒരു തെളിമയുണ്ടാകില്ല. അതുകൊണ്ട് അടുത്ത 5 കോടി രൂപ എന്റെ ശുപാർശ PWD കോംപ്ലക്സിന് കൊടുക്കാൻ കാരണം ഇനി അതുകൂടി പൂർത്തിയാകുമ്പോൾ നമ്മൾ ആ ബൈപ്പാസ് കയറി മുകളിലേക്ക് പോകുമ്പോൾ ആ പ്രദേശത്തിന് പുതിയൊരു കാഴ്ച നമുക്ക് മൂവാറ്റുപുഴയിൽ ഉണ്ടാക്കാൻ കഴിയും. പുതിയ റെസ്റ്റ് ഹൌസ് സൗകര്യം പ്രദേശത്തെ പൊതുജനങ്ങൾക്കും വിവിധ ആവശ്യങ്ങൾക്കായി മൂവാറ്റുപുഴയിലെത്തുന്ന ഉദ്യോഗസ്ഥർക്കും ഏറെ പ്രയോജനപ്പെടും. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. നവീകരിച്ച മൂവാറ്റുപുഴ KSRTC ഡിപ്പോയിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ച ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ച് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച മൂവാറ്റുപുഴ KSRTC ഡിപ്പോയിൽ യാത്രക്കാർക്ക് ശുദ്ധീകരിച്ച കുടിവെള്ള വിതരണത്തിനായി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. റെഡ് ക്രോസ് കാലങ്ങളായി ഒരുപാട് സേവനം ചെയ്യുന്ന ഒരു സംഘടന തന്നെയാണ്. റെഡ് ക്രോസിൽ നിന്നും ഈ ഒരു വാട്ടർ പ്യൂരിഫയർ പല സ്ഥാപനങ്ങളിലേക്കും അവർ സംഭാവന ചെയ്യുന്നു. അതുപോലെ മറ്റു പല പരിപാടികളിലും സാമൂഹ്യ സേവനത്തിന് സന്നദ്ധരായിക്കൊണ്ട് അവർ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഈ ഒരു KSRTCയിലുള്ള യാത്രക്കാർക്ക് ശുദ്ധജലം കുടിക്കുവാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയതിൽ റെഡ് ക്രോസിനെ അകമഴിഞ്ഞ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. റെഡ് ക്രോസ് താലൂക്ക് ചെയർമാൻ ജോർജ് എബ്രഹാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റെഡ് ക്രോസ് താലൂക്ക് സെക്രട്ടറി PJ മത്തായി, ട്രഷറർ ചാർലി ജെയിംസ്, വൈസ് ചെയർമാൻ എൽദോ ബാബു വട്ടക്കാവൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജേക്കബ് തോമസ്, ജെയിംസ് മാത്യു, ചിന്നമ്മ വർഗീസ്, നഗരസഭാ കൌൺസിലർമാരായ ജിനു ആന്റണി, ഷിത റാണി തോമസ്, ഷബീന PE, മനു പോൾ, ഷേർലി പൌലോസ് എന്നിവർ നേതൃത്വം നൽകി. KSRTC മൂവാറ്റുപുഴ RTO NP രാജേഷ് പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വിജ്ഞാന വികസനം തുടരട്ടെ, സാഹോദര്യം പുലരട്ടെ എന്ന സന്ദേശമുയർത്തി മൂവാറ്റുപുഴയിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. വിജ്ഞാന വികസന സദസ്സിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ മുൻ ജില്ലാ സെക്രട്ടറി MR സുരേന്ദ്രൻ നിർവഹിച്ചു. വിജ്ഞാന വികസനം തുടരട്ടെ, സാഹോദര്യം പുലരട്ടെ എന്ന സന്ദേശമുയർത്തി മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൌൺസിൽ TK രാമകൃഷ്ണൻ സ്മാരക ഗ്രന്ഥശാലയുടെയും ലൈബ്രറി കൌൺസിൽ മുനിസിപ്പൽ സമിതിയുടെയും സഹകരണത്തോടെ മൂവാറ്റുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. വിജ്ഞാന വികസന സദസ്സിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ലൈബ്രറി കൌൺസിൽ മുൻ ജില്ലാ സെക്രട്ടറി MR സുരേന്ദ്രൻ നിർവഹിച്ചു. ലാഭം 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 എന്ന ചിന്ത മാത്രം ഉള്ള ഭൂരിപക്ഷം ജനങ്ങളെയും കൊള്ളയടിക്കുന്ന അതിലൂടെ ഇങ്ങനെ വളർന്ന് പന്തലിക്കുന്ന മൂലധന ശക്തികൾക്ക് ഒരിക്കലും സമത്വം എന്ന ആശയം പ്രാവർത്തികമാകാൻ താല്പര്യമുണ്ടാകില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായി ഉണ്ട്. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ആമുഖമായിട്ട് സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ രാജ്യം, നിങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇപ്പോ എല്ലാ ഗ്രന്ഥശാലകളും എല്ലാം അതിന്റെ ചുവർ ഭിത്തികളിലൊക്കെ എഴുതി വെക്കുന്നതാണ് ഈ ആമുഖം എന്ന് പറയുന്നത്. അതിലെ 3 രത്നങ്ങളാണ് ഭരണഘടനയുടെ നെഞ്ചിലെ ഏറ്റവും തിളങ്ങുന്ന 3 രത്നങ്ങളാണ് യഥാർത്ഥത്തിൽ സമത്വം എന്നുള്ളത്, സ്വാതന്ത്ര്യം എന്നുള്ളത്, അതുപോലെ സാഹോദര്യം എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തു വെക്കണം. അതാണ് ഇപ്പൊ 1950 ജനുവരി 26 നമ്മുടെ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ആദ്യത്തെ ഒരു വാചകം തന്നെ ഉണ്ടല്ലേ ശ്രദ്ധിക്കപ്പെടുന്നത്, പരമാധികാരമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. പരമാധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. താലൂക്ക് പ്രസിഡന്റ് ജോഷീസ് കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കൌൺസിൽ അംഗം കവി ജയകുമാർ ചെങ്ങമനാട്, താലൂക്ക് സെക്രട്ടറി CK ഉണ്ണി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR പ്രഭാകരൻ, ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് UR ബാബു, PK വിജയൻ, ജോസ് കരിമ്പന, MA എൽദോസ്, NV പീറ്റർ, R രാജീവ്, KR വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ താലൂക്കിലെ 66 ഗ്രന്ഥശാലകളിലും വിജ്ഞാന വികസനം തുടരട്ടെ, സാഹോദര്യം പുലരട്ടെ എന്ന സന്ദേശമുയർത്തി വികസന വിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുമെന്ന് താലൂക്ക് സെക്രട്ടറി CK ഉണ്ണി അറിയിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 60ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു.
മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന്റെയും ഭാഗമായി ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം കേരളം 2025-26 സംഘടിപ്പിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി KPV സെൻട്രൽ ഹാളിൽ സംഘടിപ്പിച്ച കലോത്സവം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസംബീഗം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഭൂമിയിലെ മാലാഖകളാണ് ഈ കുഞ്ഞുങ്ങൾ എന്നുള്ളത്. പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മാതാപിതാക്കള് പലപ്പോഴും പല സാഹചര്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കൈകളെ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അതേ മാതാപിതാക്കളുടെ കൈകളിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കൊടുത്തത് എന്ന് ഉറച്ച് വിശ്വസിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. അത്തരത്തിലുള്ള വിശ്വാസത്തോടുകൂടി ഇവരെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹങ്ങളാണ്, സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തികളാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. രജിത, കൗൺസിലർമാരായ ജിനു ആന്റണി, ഷെർലി പൗലോസ്, ഷിത റാണി തോമസ്, ദീപ്തി വിപിൻ, ഷബീന TE, നൌഫിയ മൈദീൻ, അമ്പിളി ബിജു, ജയ സുഗു, രജനി ടീച്ചർ, മനു പോൾ, S. മജീദ്, സജി ചാത്തംകണ്ടം, ICDS സൂപ്പർവൈസർ ലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 60ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. MCS ഹോസ്പിറ്റൽ, we take care of your health. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമവും അവബോധ ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമവും അവബോധ ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് നജി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. കാശ്മീർ മുതൽ തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു വരുന്ന, ചരക്ക് ലോറികളൊക്കെ ഡ്രൈവ് ചെയ്തു വരുന്ന വനിതാ ഡ്രൈവർമാരും മുതൽ ഭൂമിയിൽ നിന്നും കണ്ണെത്താ ദൂരത്തുള്ള ബഹിരാകാശ യാത്ര നടത്തിയ കൽപ്പന ചൗള വരെ നമ്മൾ ഈ അടുത്തിടെ നവമാധ്യമങ്ങളിൽ കണ്ടതാണ്. 9 ദിവസത്തെ ബഹിരാകാശ പര്യടനത്തിനായി പോയ സുനിത വില്യംസ് ഏതാനും മാസങ്ങളോളം അവിടെ കുടുങ്ങിക്കിടന്നു. നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ മലപ്പുറം ജില്ലയിൽ 19കാരിയായ കൊച്ചുമിടുക്കി ശ്രീമതി മറിയം ജുമാന വിമാനം പറത്തിയത് എല്ലാം നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെയെല്ലാം വിദ്യാഭ്യാസ മേഖലയായാലും ശാസ്ത്ര സാങ്കേതിക മേഖലയായാലും തൊഴിൽ മേഖലയായാലും എല്ലാ മേഖലയിലും സ്ത്രീകൾ മുന്നേറ്റം കുറിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇന്ന് നടന്നു പോകുന്നത്. ഇന്നത്തെ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വനിതകൾക്കും ഞാനും ഒരു വനിതയായതിൽ പ്രത്യേകം അഭിമാനിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാമൂഹിക പ്രവർത്തകയും തീമാറ്റിക് എക്സ്പെർട്ടുമായ ദിൽനാസ് MA സ്ത്രീ ശാക്തീകരണവും ബന്ധപ്പെട്ട നിയമങ്ങളും വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രതീക്ഷ PV, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി ജോളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സ് ജോൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈഖ മക്കാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. NSS സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക ശ്രീദേവി ടീച്ചറെ യോഗത്തിൽ ആദരിച്ചു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. കാലാമ്പൂർ മുറിത്തോട്ടത്തിൽ MK ഗോപി 85 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച 11-ന് വീട്ടുവളപ്പിൽ. ഭാര്യ ജാനകി, പുതുപ്പാടി കട്ടിലായിൽ കുടുംബാംഗം. മക്കൾ റെജി, സുനിൽ, അനിൽ, സനിൽ. മരുമക്കൾ ശാന്ത, ബീന, ശ്രീജ, അനു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.